പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണ് ഓരോ സ്ഥാനാർത്ഥിമാരും. ഇപ്പോൾ എനിക്കൊപ്പമുള്ളത് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, കോട്ടയത്തെ സ്ഥാനാർത്ഥിയാണ്. പ്രചരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയോ? LDF ഫുൾ ടോസിലാണ്. കേരളമാകെ നല്ല ഒരു മുന്നേറ്റമാണ്. സർക്കാർ ഇതിൻ്റെ പെർഫോമൻസിൻ്റെ മാക്സിമം നിൽക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്. കുറച്ച് ദിവസമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ പ്രവർത്തകരെല്ലാം ഗ്രൗണ്ടിലാണ്. ഇന്നലെ തന്നെ എല്ലാവരും വളരെ സജീവമായ എല്ലാ ബൂത്തുകളിലും രംഗത്തിറങ്ങിക്കഴിഞ്ഞു. നമ്മുടെ ഷോ എന്ന് പറഞ്ഞാൽ നല്ല നിലയ്ക്ക് റോഡ് ഷോ അതിഗംഭീരമായൊരു മുന്നേറ്റമായിട്ട് മാറുകയാണ്. സ്വാഭാവികമായും LDF കേരളമാകെ പിടിക്കുമ്പോൾ കോട്ടയം അതിൻ്റെ ഭാഗമാകുന്ന തെരഞ്ഞെടുപ്പാകും ഇത്തവണ. പോസ്റ്ററുകളൊക്കെ പതിച്ചു കഴിഞ്ഞു അല്ലേ? പതിച്ചു കഴിഞ്ഞു എന്ന് മാത്രമല്ല, ഇന്നലെ ഒറ്റ ദിവസം തന്നെ മണ്ഡലത്തിലാകുവാനും ബോർഡുകൾ നിറഞ്ഞു, പോസ്റ്ററുകളെല്ലാം എത്തി, പ്രകടനങ്ങളെല്ലായിടും നടന്നു. അങ്ങനെ ഇത്രയും ഒരു സജീവമായ ഒറ്റ ദിവസം കൊണ്ട് മുന്നേറിയ തെരഞ്ഞെടുപ്പ് അനുഭവം വേറെയില്ല. ഈ റോഡ് ഷോ ഒക്കെ നേരത്തെ പ്ലാൻ ചെയ്തതാണോ? LDF എന്ന നിലയ്ക്ക് എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് ദിനം വരെയുള്ള മുഴുവൻ കാര്യങ്ങളും LDF മുൻകൂട്ടി പ്ലാൻ ചെയ്താണ് നിൽക്കുന്നത്. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് നേരത്തെ തന്നെ പാർട്ടി തീരുമാനിക്കപ്പെട്ടതാണ് എന്നതുകൊണ്ട് വ്യക്തിപരമായി കാണാൻ അനുവാദം ഉണ്ടായിരുന്നു. അനുവാദം ഉപയോഗിച്ചും മറ്റു കാര്യങ്ങൾ കൊണ്ടും എല്ലാ തയ്യാറെടുപ്പും എല്ലാ മണ്ഡലങ്ങളിലും കഴിഞ്ഞു എന്നുള്ളത് കോട്ടയത്തും അതിൻ്റെ ഗുണം കിട്ടി. ഈ മണ്ഡലത്തിലെ വികസന മുരടിപ്പാണോ പ്രധാനമായും പ്രചരണായുധമാക്കുക? കോട്ടയം മണ്ഡലം പുറകോട്ട് പോയതിന് കാരണം എന്താ? കേരളമാകെ എല്ലാ മണ്ഡലങ്ങളിലും LDF രാഷ്ട്രീയ ഭേദമില്ലാതെ വികസന പ്രവർത്തനത്തിന് മുൻകൈ എടുത്തപ്പോൾ കോട്ടയത്ത് എന്താണ് തലതിരിഞ്ഞു പോയത്? കാരണം എന്താണ്? ഉദാഹരണമായിട്ട് MC റോഡിൻ്റെ ഭാഗമായ 2 പാലം, കോടിമത രണ്ടാമത്തെ പാലം, അത് ആ MC റോഡിൻ്റെ അതോറിറ്റി നിർമ്മിക്കുന്നതിന് പകരം ഞങ്ങൾ ഏറ്റെടുത്തോളാമെന്ന് PWD കൊണ്ട് ആരാ പറയിപ്പിച്ചത്? അവസാനം അത് പ്രതിസന്ധിയിലായി. ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് 12 കോടി രൂപ നിർമ്മാണം മുടങ്ങിയിട്ട് അധിക ചെലവ് വന്നു. ആരാണ് ഉത്തരവാദി? എന്താണ് ഈ ആകാശപാത എന്ന് പറഞ്ഞ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് ബോട്ട് ജെട്ടി എന്ന് പറഞ്ഞ് ഉണ്ടാക്കി വെച്ചിടത്ത് എന്താ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്? എന്താ KSRTC സ്റ്റാൻഡിൻ്റെ അവസ്ഥ? എന്താണ് കോട്ടയത്തെ പ്രൈവറ്റ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ? വികസനം എന്ന വാക്കുച്ചരിക്കാൻ UDFന് അധികാരമില്ല. അത് കാണാനിരിക്കുന്നേ ഉള്ളൂ. LDF മാറിയ കേരളം, മാറേണ്ടത് കോട്ടയം. നദീ സംയോജന പദ്ധതിയൊക്കെ ഈ തെരഞ്ഞെടുപ്പിലെ പ്രചരണ വിഷയമാവുമോ? നദീ സംയോജന പദ്ധതി അനുഭവ വിഷയമാണ്. ഞങ്ങൾ ഇലക്ഷന് വേണ്ടി ആരംഭിച്ചതല്ല. പക്ഷേ വെള്ളപ്പൊക്കം ഇല്ലാത്ത കോട്ടയം, അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനമായും തരിശുനിലങ്ങളിലെ കൃഷി, പുഴകൾ തെളിച്ചെടുത്തതിൻ്റെ ഭാഗമായ ഇവിടെ ഉണ്ടായ മാറ്റം, ഇതെല്ലാം കണ്ണുകൊണ്ട് കാണാം. ആമ്പൽ വസന്തം കണ്ണുകൊണ്ട് കാണാം. ആമ്പൽ വസന്തം മല്ലിക്കൽ എന്ന ഗ്രാമത്തിൽ പരിമിതപ്പെടാതെ കോട്ടയത്തേക്ക് പടർത്താനാണ് ഇപ്പോൾ പഴുക്കാനില കായലിൽ അത് തെളിക്കാൻ 103 കോടി രൂപയുടെ പദ്ധതി അനുവദിച്ചത്. അതുപയോഗിച്ച് 17 കിലോമീറ്റർ വേമ്പനാട്ട് കായലിൻ്റെ സമീപത്ത് ഈ കോട്ടയം മണ്ഡലത്തിൻ്റെ പ്രദേശങ്ങൾ ഉൾപ്പെടെ ഡ്രൈവിംഗ് സംവിധാനം, ഒരു സിംഗിൾ ഡ്രൈവിങ്ങിൽ 17.5 കിലോമീറ്റർ വേമ്പനാട്ട് കായലിൻ്റെ ഫ്രണ്ടേജ് കിട്ടും. ലോകത്ത് അങ്ങോട്ട് കേന്ദ്രം ഉണ്ടാവില്ല. അത് നമ്മൾ നിർമ്മിക്കാൻ പോവുക. ഒരു ജനപ്രതിനിധി അല്ലാതിരുന്നിട്ട് കൂടിയും കഴിഞ്ഞ 5 വർഷക്കാലം കോട്ടയം മണ്ഡലത്തിൻ്റെ സജീവ സാന്നിധ്യമായിരുന്നു അഡ്വക്കേറ്റ് കെ അനിൽകുമാർ. ആ ആത്മവിശ്വാസമാണ് അദ്ദേഹത്തെ മുന്നോട്ട് നയിക്കുന്നതും. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്.